Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്ന question lead code 557 reverse words in a string 3. Given a string S, reverse the order of the characters in each word within a sentence while still preserving white space and initial word order. അതായത് നമുക്കൊരു ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൻ്റെ ഈച്ച് വേർഡ്സിനെ റിവേഴ്സ് ചെയ്യാം. ഈ സെയിം ലോജിക്കാണ് നമ്മൾ റിവേഴ്സ് വേർഡ്സിനെ സ്ട്രിങ് 1ലും റിവേഴ്സ് വേർഡ്സിനെ സ്ട്രിങ് 2ലും ചെയ്തത്. റിവേഴ്സ് വേർഡ്സിനെ സ്ട്രിങ് ആയിരുന്നു ഏറ്റവും കോംപ്ലക്സ്. അതിനകത്ത് സ്റ്റാർട്ടിംഗ് സ്പേസസും എൻഡിങ് സ്പേസസും നമുക്ക് ഇഗ്നോർ ചെയ്യണമായിരുന്നു. പിന്നെ ഇൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ സ്പേസസ് വരുമായിരുന്നു, അതെല്ലാം ഇഗ്നോർ ചെയ്യണമായിരുന്നു. സെക്കൻഡ്, റിവേഴ്സ് വേർഡ്സിനെ സ്ട്രിങ് 2വിനകത്ത് ഇൻ ബിറ്റ്വീൻ സ്പേസസും സ്റ്റാർട്ടിംഗ് സ്പേസും എൻഡിങ് സ്പേസസും ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി ഈ ലോജിക്ക്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ജസ്റ്റ് റിവേഴ്സ് ഈച്ച് വേർഡ്സിനെ റിവേഴ്സ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ലെറ്റ്സ് ടേക്ക് ലീഡ് കോഡ് കോണ്ടസ്റ്റ് എന്നൊരു സെൻറ്റൻസ് ഉണ്ടാക്കി അതിൽ ലെസ്റ്റിനെ ആദ്യം റിവേഴ്സ് ചെയ്യണം, ടേക്കിനെ പിന്നെ റിവേഴ്സ് ചെയ്യണം, ലീഡ് കോഡിനെ റിവേഴ്സ് ചെയ്യണം, കണ്ടസ്റ്റിനെ റിവേഴ്സ് ചെയ്യണം. അപ്പം ഞാനിത് ആദ്യം മാനുവൽ റിവേഴ്സ് മെത്തേഡ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് കാണിച്ചു തരും. പിന്നെ ഈസി, രണ്ടും ഭയങ്കര ഈസിയാണ്. അപ്പം പിന്നെ ഞാൻ കാണിച്ചു തരാവുന്ന ഇൻബിൽഡ് റിവേഴ്സ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാനാവും. അപ്പം ഇതാണ് ഒരു തന്ന ടെസ്റ്റ് കേസ് എങ്കിൽ ആ ടെസ്റ്റ് കേസിനെ ഇങ്ങനെ ആക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു പോയിൻ്റർ, സ്റ്റാർട്ട് പോയിൻ്റർ ഇവിടെ കൊടുക്കുന്നു. ഫസ്റ്റ് എലമെൻറ്റിൽ സ്റ്റാർട്ട് പോയിൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഐ പോയിൻ്റർ നമ്മൾ എടുക്കുന്നു. അത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഐ പോയിൻ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സ്പേസ് കാണുമ്പോൾ ഐ പോയിൻ്റർ നിൽക്കും. എന്നിട്ട് സ്റ്റാർട്ട് ടു ഐനെ റിവേഴ്സ് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ടു ഐനെ റിവേഴ്സ് ചെയ്യും. അതിനുശേഷം സ്റ്റാർട്ട് നേരെ i+1 വരും. ഐ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സ്പേസ് കാണുമ്പോൾ നിൽക്കും. സ്റ്റാർട്ട് ടു ഐ റിവേഴ്സ് ചെയ്യും. പിന്നെ സ്റ്റാർട്ട് നേരെ i+1 ആവും. ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഐ സ്പേസ് കാണുമ്പോൾ നിൽക്കും. സ്റ്റാർട്ട് ടു ഐ റിവേഴ്സ് ചെയ്യും. പിന്നെ സ്റ്റാർട്ട് നേരെ i+1 കയറും. ഐ മുന്നോട്ട് പോയി സ്പേസ്, ഇവിടെ അവസാന സ്പേസ് ഇല്ല. അപ്പം i8 അവസാനത്തെ എലമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും. സ്റ്റാർട്ട് ടു ഐ റിവേഴ്സ് ചെയ്യും. കാര്യം കഴിയും. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഈസിയാണ്. ഞാൻ പറഞ്ഞു ഇതിൽ സ്റ്റാർട്ട് ഇതെടുക്കണമല്ലോ. സ്റ്റാർട്ട് =0 ഇട്ട് നമുക്ക് സ്പേസ് ചെയ്യണം. അപ്പോൾ in I = 0, I less than s dot I plus എന്നിട്ട് if I = s dot len. I = വരുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ I less than or equal കൊടുക്കാം. I = less than len or s of I സ്പേസ് കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ i8 അവസാനത്തെ എലമെൻറ്റ് എത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം ഒരു റിവേഴ്സ് മെത്തേഡ് എഴുതാൻ പോവാണ്. void rev reference pass by reference s int starting index L, int ending index R, left and right. while reversing logic ആണത്. ഞാൻ കുറേ തന്നെ പറഞ്ഞുള്ളതാണ്. L less than R, while L less than R നമ്മൾ സ്വാപ്പ് ചെയ്യുന്നു. റിവേഴ്സിങ് ലോജിക്ക് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പറഞ്ഞായിരുന്നു. ഒരു അറേ ഉണ്ടെങ്കിൽ റിവേഴ്സിങ് ലോജിക്ക് എന്താണ്, ഇത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ്, ഇത് എൻഡിങ് ഇൻഡെക്സ്, ഇത് സ്വാപ്പ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇത് അടുത്തത് സ്വാപ്പ് ചെയ്യുക, ഇങ്ങോട്ട് പോവുക. സ്റ്റാർട്ടിങ് മുന്നോട്ട് പോവുക, എൻഡിങ് ബാക്കിലോട്ട് വരിക. അങ്ങനെ സ്വാപ്പ് ചെയ്ത് അവസാനം വരെ എത്തുക. അതാണ് റിവേഴ്സിങ് ലോജിക്ക്. അപ്പോൾ സ്വാപ്പ് s of L++, s of R -. ഇതാണ് റിവേഴ്സ് ലോജിക്ക്. നമ്മളിത് പാസ്വേഡ് റെഫറൻസ് ആണ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. നമ്മുടെ ബോഡി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് റിവേഴ്സ് ലോജിക്കിനകത്ത് നമുക്ക് നമ്മുടെ
കറണ്ട് സ്ട്രിങ്ങിൻ്റെ കറണ്ട് വേർഡ് ഇട്ട് കൊടുക്കാം. കറണ്ട് വേർഡ് എന്താണ്? കറണ്ട് വേർഡിൻ്റെ ലിമിറ്റ്സ് എന്തായിരിക്കും? ഫസ്റ്റ് ഈ റിവേഴ്സല്ല ഫസ്റ്റ് ഈ മെത്തേഡ് എന്തായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക? സ്ട്രിങ്. ഓക്കെ, ആ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു. അടുത്തത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ്. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്തായിരിക്കും? സ്റ്റാർട്ട് ആയിരിക്കും. സ്റ്റാർട്ട്. എൻഡിങ് ഇൻഡെക്സ് എന്തായിരിക്കും? i+1 ആയിരിക്കും. അതെങ്ങനെ i+1 ആയി? i+1 അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്പേസിലായിരിക്കും വന്നിരിക്കുന്നത്. ഈ റിവേഴ്സ് മെത്തേഡ് ഇൻക്ലൂസീവ് ആണ് ബോത്ത് സൈഡ്. അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇൻക്ലൂസീവ് ആണ്. അതായത് സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഫുൾ റിവേഴ്സ് ചെയ്യും. പക്ഷേ നമ്മുടെ ഇൻബിൽഡ് റിവേഴ്സ് മെത്തേഡ് സ്റ്റാർട്ടിങ് മാത്രമേ ഇൻക്ലൂസീവ് ഉള്ളൂ, എൻഡിങ് എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ റിവേഴ്സ് മെത്തേഡ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇൻക്ലൂസീവ് ആയതുകൊണ്ട് i വന്നിരിക്കുന്നത് സ്പേസിലായതുകൊണ്ട് i+1 അല്ല, i-1. i വന്നിരിക്കുന്നത് സ്പേസിലായതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ബാക്കിലേക്ക് പിടിച്ചിട്ടായിരിക്കും റിവേഴ്സ് ചെയ്യുക. അതിനുശേഷം i-1 അങ്ങനെ വന്ന് മനസ്സിലായാലും സ്പേസിന് തൊട്ട് മുമ്പ് വരത്തില്ല. കാര്യം സ്പേസ് എത്തി കഴിഞ്ഞാൽ വേർഡ് കണ്ടുപിടിച്ചു. ആ സ്പേസിന് തൊട്ട് മുമ്പത്തെയാണ് വേർഡിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ്. സ്പേസിന് തൊട്ട് മുമ്പുള്ള എലമെൻ്റാണ് വേർഡിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ്. അതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റാർട്ട് തൊട്ട് അവിടെ വരെ നമുക്ക് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ അത് റിവേഴ്സ് ചെയ്തു. സ്റ്റാർട്ടിന് i+1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. നമുക്ക് ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റിട്ടേൺ എസ് നോക്കാം. സിമ്പിൾ നോക്കാം. ഓക്കെ, ഞാനാണെങ്കിൽ ഇനി ഇത് നമ്മുടെ ഇൻബിൽ മെത്തേഡ് വെച്ച് അങ്ങനെ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒന്നും മാറ്റാനില്ല. ഇൻബിൽ മെത്തേഡ് ആകുമ്പോൾ ജസ്റ്റ് ഈ ഒരു സംഭവം മാത്രം മാറ്റിയാൽ മതി. പിന്നെ എഴുതിയിരിക്കുന്ന ഈ സംഭവം മാത്രം മാറ്റിയാൽ മതി. ഇതിൻ്റെ കൂടെ റിവേഴ്സ് കൊടുക്കുക. ഇൻബിൽ മെത്തേഡ് റിവേഴ്സ് ആണ്. ഇതിനകത്ത് എഴുതേണ്ടത് s.begin സ്റ്റാർട്ടോടെന്നാണ്. ബിഗിൻ ഡോട്ട് സ്റ്റാർട്ട് കൊടുക്കണം. ബിഗിൻ പ്ലസ് സ്റ്റാർട്ട് കൊടുക്കണം. കാര്യം സ്റ്റാർട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും വേർഡ് തുടങ്ങേണ്ടത് ബിഗിൻ പ്ലസ് സ്റ്റാർട്ട്. ബിഗിൻ എപ്പോഴും തുടങ്ങത്തിലായിരിക്കും. ആ ബിഗിൻ പ്ലസ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡിന് തുടക്കം കിട്ടും. ഇത് ഇൻക്ലൂസീവ് ആണ്. അതുപോലെ ബാക്കിലത്തെ ലിമിറ്റ് എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? i+1. i+1 അല്ല, s.begin i+1 അല്ല, സോറി കേട്ടോ, s.begin പ്ലസ് i. s.begin പ്ലസ് അതെങ്ങനെയാണെന്നു? s.begin പ്ലസ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്. x.begin പ്ലസ് i എന്ന് പറയുന്നത് എൻഡിങ് ഇൻഡെക്സ്. പക്ഷേ ഇവിടെ i സ്പേസിലാണ് നടക്കുന്നത്. പക്ഷേ അത് കാര്യമില്ല. കാര്യം ഇത് എക്സ്ക്ലൂസീവ് ആണ്. അതായത് അതിൻ്റെ മുമ്പത്തുള്ള എലമെൻറ്റ് വരെ ഈ ഇൻബിൽഡ് റിവേഴ്സ് റിവേഴ്സ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കറക്റ്റായി എറല്ലേ നോക്കട്ടെ. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു.